നമസ്കാരം. CPM ഭരിക്കുന്ന കേരളത്തിൽ CPMന്റെ പോഷക സംഘടനയായ യുവജന പ്രസ്ഥാനമായ DYFIക്ക് കാര്യമായ പണിയൊന്നുമില്ലാതെ തേരാപാര നടക്കുന്ന അവസരത്തിലാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു സമരപരിപാടിയുമായി അവർ പിന്നീട് കേരള സമൂഹത്തിന് മുന്നിലേക്ക് വരുന്നത്. എന്നും സമരമുഖങ്ങളിൽ അല്ല എന്നുണ്ടെങ്കിൽ സംഘർഷമുഖങ്ങളിൽ ധീരതയോടുകൂടി വന്നു നിൽക്കുന്ന നേതാക്കളാണ് യുവജന പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന DYFIക്കാർ എപ്പോഴും അവകാശപ്പെടാറുള്ളത്. എന്നാൽ ഒരിക്കൽ MP ഗോവിന്ദൻ തന്നെ തലശ്ശേരിയിലെ ഒരു ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 2-3 DYFI നേതാക്കൾ പരിക്ക് പറ്റുകയും ഒരാൾ മരിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ DYFI ഒരു കാരണവശാലും CPMന്റെ പോഷക സംഘടനയല്ല എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. അതായത് ഇടതുപക്ഷവുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്തൊരു സംഘടനയാണ്, CPMവുമായി ബന്ധമില്ലാത്ത സംഘടനയാണ് DYFI എന്നൊക്കെ MP ഗോവിന്ദൻ ഒരിക്കൽ പറയുന്നത് കേട്ടു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ നയവൈകല്യങ്ങളോട് പ്രതികരിക്കുവാൻ DYFI എന്ന സംഘടനയ്ക്ക് സാധിക്കാതിരിക്കുന്നത്? UDF ഭരിക്കുന്ന കാലത്താണല്ലോ ഇവരുടെ സമരമുഖങ്ങളും സംഘർഷങ്ങളും എല്ലാം തുറന്ന് പൊതുജന ജീവിതം പോലും ദുസ്സഹമാക്കുന്ന രീതിയിൽ സമരപരിപാടികളുമായി ഇവർ എപ്പോഴും മുന്നോട്ട് ഇറങ്ങാറുള്ളത്. ജനത്തിന് ഇത്ര കണ്ട് ദുസ്സഹമായ ഒരു ഭരണം കാഴ്ചവെക്കുന്ന പിണറായി വിജയന്റെ ഭരണത്തോട് നേരിട്ട് എതിർത്ത് നിൽക്കുവാൻ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ പോഷക സംഘടനയല്ല എന്ന് MP ഗോവിന്ദൻ വിശേഷിപ്പിച്ച് DYFIക്ക് സാധിക്കാതെ പോകുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല. ഇപ്പോൾ DYFI പിണറായി വിജയന്റെ ഭരണകാലത്ത് സമരങ്ങളൊന്നും തന്നെ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിലാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ വന്നത്. അതിൽ അവർ കൃത്യമായ രീതിയിൽ തന്നെ പ്രതികരിക്കുകയുണ്ടായി. KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ എല്ലാം തടഞ്ഞു നിർത്തി ഇവരുടെ പതിവ് സമര ശൈലികൾ പുറത്തെടുക്കുകയുണ്ടായി. ഇപ്പോൾ തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവർത്തനത്തിനിറങ്ങി പാവപ്പെട്ട തൊഴിലാളിയായ ജോയി മരിച്ച സംഭവത്തിൽ DYFIക്ക് വീണ്ടും അവരുടെ പഴയ ഉണർവ് തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് വേണം വിശേഷിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ അവർ അവരുടെ സമരമുഖം കൂടുതൽ വിപുലീകരിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ റെയിൽവേയുടെ നെഞ്ചത്തേക്കാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ പ്രവർത്തനത്തിനിറങ്ങി മരണപ്പെട്ട ജോയിയുടെ കുടുംബത്തിന് ദുരിതാശ്വാസം കൊടുക്കണം, നഷ്ടപരിഹാരം കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഒരു തീവണ്ടി പോലും ഓടില്ല എന്ന മട്ടിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് ഇന്നലെ DYFIയുടെ ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടായത്. ഈ പ്രതിഷേധ പ്രകടനത്തിൽ DYFIയുടെ സംസ്ഥാന നേതാവായ ഷിജു ഖാൻ വളരെ ഘോരഘോരം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അതായത് ഞങ്ങൾക്ക് RPFനെയോ അല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പട്ടാളത്തെയോ ഒന്നും ഞങ്ങൾ ഭയക്കുന്നില്ല. DYFIക്കാരുടെ 5.5 ലക്ഷം വരുന്ന ആളുകൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയിൽ ഒരു തീവണ്ടി പോലും ഓടില്ല, തിരുവനന്തപുരത്തേക്ക് ഒരു തീവണ്ടി വരെ വരില്ല, വന്നു കഴിഞ്ഞാൽ അവ തിരിച്ചു പോകില്ല എന്നൊക്കെ തന്നെയായിരുന്നു ഷിജു ഖാന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. ഇന്ത്യൻ റെയിൽവേ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഞങ്ങൾ 5.5 ലക്ഷം പേർ ഒരുമിച്ച് നിന്ന് ഇവിടെ സമരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ, പ്രക്ഷോഭത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യൻ സേന തന്നെ വന്നാൽ ഞങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചെന്നിരിക്കില്ല. അതുകൊണ്ട് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇന്ത്യൻ റെയിൽവേക്കായിരിക്കും. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടരുത് എന്ന് തന്നെയായിരുന്നു ഷിജു ഖാന്റെ സേനയെയും ഇന്ത്യൻ റെയിൽവേയെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രസംഗം. എന്നാൽ നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന സേനയെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അതിൽ ക്രിമിനൽ കുറ്റമുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയാതെയാണോ ഈ യുവ നേതാവ് ഇത്തരത്തിൽ സംസാരിച്ചത് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നില്ല. എന്തായാലും നിയമത്തിന്റെ വഴിക്ക് പോകും. ഷിജു ഖാനെതിരെ നിയമ നടപടികൾ വരും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനിടയിൽ ചില രാഷ്ട്രീയ കക്ഷികൾ ഷിജു ഖാനോട് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. 5.5 ലക്ഷം സന്നദ്ധ പ്രവർത്തകർ ഉണ്ട് എന്ന് പറയുന്ന DYFIക്ക് ഒരു കാര്യം കൃത്യമായി ചെയ്യാമല്ലോ. ഏതാണ്ട് 17 കിലോമീറ്റർ ദൂരം മാത്രം നീളം ആമയിഴഞ്ചാൻ തോട്ടിൽ കുന്നുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളും വിസർജ്യങ്ങളും എല്ലാം കോരിമാറ്റി ആ തോടിന്റെ പൂർവാധികം ഭംഗിയോടെയുള്ള ഒഴുക്കിന് എന്തുകൊണ്ടാണ് DYFI പോലുള്ള സംഘടനകൾ മുന്നോട്ടിറങ്ങാത്തത്? ഇന്ത്യൻ ആർമിയെ വെല്ലുവിളിക്കുന്ന നേരത്തിന്റെ പകുതി സമയം വേണ്ടല്ലോ 17 കിലോമീറ്റർ ദൂരമുള്ള ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ ക്ലീൻ ചെയ്യുവാൻ. 5.5 ലക്ഷം പേരുടെ പിൻബലം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഈ ജോലി 1 മണിക്കൂർ കൊണ്ട് ഒരുപക്ഷെ 5.5 ലക്ഷം പേർക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. DYFIക്കാർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകൾ തന്നെയാണ്. ആശുപത്രികളിൽ രോഗികൾക്ക് കൂട്ടിരിക്കാൻ വരുന്നവർ പട്ടിണി കിടക്കുമ്പോൾ പൊതിച്ചോറ് നൽകി അവർ തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത കാണിച്ചിട്ടുള്ളവരാണ് എന്നാണ് പറയുന്നത്. വീട്ടമ്മമാരുടെ കയ്യിൽ നിന്നും ഓരോ പൊതിച്ചോറുകൾ വാങ്ങിച്ച് ആ പൊതിച്ചോറുകൾ വിവിധ ഇടങ്ങളിൽ അവർ കൊണ്ട് ചെന്നെത്തിക്കുന്ന ജോലിയാണ് DYFI ചെയ്തുകൊണ്ടിരിക്കുന്നത്. DYFIക്ക് ഇതിന് 10 പൈസയുടെ നഷ്ടമില്ല. കാരണം മറ്റുള്ള വീട്ടമ്മമാർ കെട്ടിപ്പതിഞ്ഞു കൊടുക്കുന്ന ചോറുകളാണ് ഇവർ ഇതുപോലെ കൊണ്ടു കൊടുക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സേവന സന്നദ്ധ മനോഭാവം ഇവർക്ക് യഥാർത്ഥത്തിൽ ഉള്ളതാണ്. എന്തുകൊണ്ടാണ് ആമയിഴഞ്ചാൻ തോട് പോലുള്ള തോട് വൃത്തിയാക്കുവാൻ DYFIക്ക് സാധിക്കാതെ പോകുന്നത്? അതാണല്ലോ യഥാർത്ഥ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്നത്. അല്ലാതെ ആ തോട്ടിൽ ശുചീകരണ പ്രവൃത്തിക്ക് ഇറങ്ങിയ ഒരാൾ
മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ കുടുംബത്തിന് ദുരിതാശ്വാസം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നയിക്കുന്നതിനേക്കാൾ നല്ലത് അയാളെ ആ മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണ്, അത് വൃത്തിയാക്കുവാൻ ഡിവൈഎഫ്ഐക്ക് സാധിക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണല്ലോ പരമപ്രധാനമായ കാര്യം. എന്തുകൊണ്ടാണ് CPM ഭരിക്കുന്ന കേരളത്തിൽ നാളിതുവരെയായിട്ടും ആമയിഴഞ്ചാൻ തോടിന്റെ ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടി കോടികൾ ചിലവഴിച്ചിട്ടും എന്തുകൊണ്ടാണ് തോട് ക്ലീൻ ചെയ്യാൻ സാധിക്കാതെ പോകുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മാറി മാറി ഭരിക്കുന്നത് CPM സർക്കാരുകൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് 17 കിലോമീറ്റർ ദൂരം മാത്രമുള്ള ആമയിഴഞ്ചാൻ തോടിൽ ഇതുപോലെ അറവ് മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും മറ്റു ഖരമാലിന്യങ്ങളും മനുഷ്യ വിസർജനങ്ങളും ചേർന്ന് ഒഴുക്ക് നിലച്ച മട്ടിൽ ഇപ്പോഴും മാലിന്യ കൂമ്പാരത്തിന്റെ തോടായി ആമയിഴഞ്ചാൻ തോട് മാറിയിരിക്കുന്നത് എന്നുള്ളത് DYF പോലുള്ള സന്നദ്ധ സംഘടനകൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നാടിന്റെ സമഗ്രമായ ശുചിത്വപൂർണമായ വികസനത്തിന് നേതൃത്വം കൊടുക്കുന്ന തരത്തിലായിരിക്കണം ഇത്തരം സംഘടനകളുടെ പ്രവർത്തന പരിപാടികൾ എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാതെ ആ തോട്ടിൽ ശുചീകരണത്തിന് ഇറങ്ങിയ പാവപ്പെട്ട ഒരു തൊഴിലാളി മരിച്ചതിന്റെ പേരിൽ ആ തൊഴിലാളിക്ക് കൃത്യമായ രീതിയിൽ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല സമരമുഖം തുറക്കേണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. ജോയിയുടെ കുടുംബത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരള സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ജോയിക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ആലോചിക്കുന്നു എന്നൊക്കെ പറയുന്നു. നല്ല കാര്യം തന്നെ. കൂടെ ഇതുപോലെ കാലാകാലങ്ങളായി ഒരിക്കലും നമ്മുടെ ജലസ്രോതസ്സുകൾ ക്ലീൻ ചെയ്യാനാവാത്ത നിലയിൽ പകച്ചു നിൽക്കുന്ന കേരള സർക്കാരും തിരുവനന്തപുരം കോർപ്പറേഷനും ചുരുങ്ങിയ പക്ഷം ആമയിഴഞ്ചാൻ തോട്ടിലെ 17 കിലോമീറ്റർ നീളം വരുന്ന ഈ തോട്ടിലെ മനുഷ്യ വിസർജ്യമടക്കുന്ന അറവു മാലിന്യങ്ങൾ അടക്കം അളിഞ്ഞു ചീഞ്ഞ് ഒഴുകുന്ന ഒഴുക്ക് നിലച്ച നിലയിൽ ഖരമാലിന്യങ്ങളുടെ അല്ലെങ്കിൽ മാലിന്യ കൂമ്പാരങ്ങളുടെ തോടായി മാറിയിരിക്കുന്ന ആമയിഴഞ്ചാൻ തോട് ക്ലീൻ ചെയ്യുന്നതിലായിരിക്കണം, അതിന്റെ ശുചീകരണ പ്രവർത്തനം പോലുള്ള പരിപാടികളിലായിരിക്കണം DYFI പോലുള്ള ആളുകളുടെ സമരമുഖങ്ങൾ തുറക്കപ്പെടേണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നും വരുന്ന അഭിപ്രായങ്ങൾ. 5 ലക്ഷം പേരുടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും 1 മണിക്കൂർ കൊണ്ട് 17 കിലോമീറ്റർ നീളത്തിലുള്ള ഈ തോട് ക്ലീൻ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം നാടിന് ഉപയുക്തമായ രീതിയിലുള്ള സമരമാർഗങ്ങളാണ് DYFI പോലുള്ള സംഘടനകൾ അവലംബിക്കേണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജന മധ്യത്തിൽ നിന്നും ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ. അല്ലാതെ ഇന്ത്യൻ റെയിൽവേയെയോ അല്ലെങ്കിൽ ഇന്ത്യൻ സേനയെയോ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളുടെ അല്ലെങ്കിൽ കുട്ടിപ്പട്ടാളത്തിന്റെ കയ്യടി നേടുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തി ജനശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുവാനോ വേണ്ടിയല്ല ഷിജു ഖാനെ പോലെയുള്ള ഇത്തരം ആളുകൾ പ്രതികരിക്കേണ്ടത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്.